ഹലോ നമസ്കാരം. ഇന്ന് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നമ്മൾ ആദ്യം ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരും. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മളിത് ഇളക്കി കാരമലൈസ് ചെയ്തെടുക്കണം. ഇതാ ഇപ്പോൾ കളറ് ചെറുതായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്തായാലും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കാരമലൈസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ പുഡിങ് തയ്യാറാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് കട്ടയായിട്ട് മാറും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാൽ എടുത്തിട്ടുണ്ട്. ഇത് 150 ml പാലാണ് ഉള്ളത്. ഇനി നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നതാവും നല്ലത്, ഇല്ലെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് പൊടിച്ചത് കംപ്ലീറ്റ് ആയി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി അപ്പോൾ ഈ ബാറ്റർ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്ന ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തതൊക്കെ നല്ല പോലെ കട്ടയായിട്ടുണ്ട്. ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഹോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ടാണ്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം പുറത്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാറ്റർ വെന്തോ എന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ച് ഒന്ന് കുത്തി നോക്കാം. എന്നിട്ട് അതിലൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തോ എന്നാണ് അർത്ഥം. നല്ലപോലെ ചൂടൊക്കെ മാറി ഞാൻ ഇത് ഒന്നും കൂടി കവർ ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാവും ഒന്നും കൂടിയും ടേസ്റ്റ്. അപ്പോൾ ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാം. ഇപ്പോൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി വെച്ച് ഒന്ന് അടർത്തിയതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാനാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കണം. താങ്ക്